നമസ്കാരം. ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ജനതയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമല്ല മറ്റു സ്റ്റേറ്റുകളിലേക്കും സി പി എം പടർന്നു പിടിക്കുകയായിരുന്നു. ആസാമിലും ബീഹാറിലും ഒറീസയിലും അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലേക്കും കടന്നു കയറി സി പി എം ശക്തമായ നിലയിലേക്ക് വരുമെന്നുള്ള അവസ്ഥയായിരുന്നു. ഒരിക്കൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജ്യോതി ബാസുവിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, അതിലെ നേതാക്കന്മാർ ധാർഷ്ട്യവും അഹങ്കാരവും പാർട്ടിയുടെ തത്വശാസ്ത്രമോ കൊടശാസ്ത്രമോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടവരായിരുന്നു. അങ്ങനെ സ്വന്തമായി അധികാരം കിട്ടിയപ്പോൾ പാർട്ടിസവുമില്ല, മാർക്സിസവുമില്ല, ലെനിനിസവുമില്ല, തൊഴിലാളി വർഗീസവുമില്ല, ഒന്നുമില്ല. നേതാക്കന്മാരുടെ ഇസമായി അവരുടെ കളിപ്പാവയായി മാറി ഈ പാർട്ടി. അതിൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ് ബംഗാളിൽ കണ്ടത്, ത്രിപുരയിൽ കണ്ടത്. എന്നാൽ ത്രിപുരയിലും ബംഗാളിനേക്കാളും അടിത്തറയുള്ളൊരു പാർട്ടിയായിരുന്നു കേരളത്തിൽ. EMSഉം AKGയും സുന്ദരി, അതേപോലെ ഗൗരിയമ്മയും കെ കൃഷ്ണപിള്ളയും എല്ലാം കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനത്തിന് അടിവേരുകളുണ്ടായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് CPM ആണ് ഏറ്റവും നല്ല പാർട്ടിയെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഈ CPM തകരരുതെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ CPM തകർന്നു കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? പിണറായിസം വന്നോട് കൂടിയിട്ടാണ്. കേരളത്തിൽ പിണറായിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ എല്ലാ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലടക്കം അതിലൊരു ഗുണ്ടാ മാഫിയ നേതാവുണ്ട്, പിണറായി വിജയനെ നേരിട്ട് ബന്ധമുള്ള. അവരാണ് ആ പ്രദേശത്തെ മണ്ണ് നിറയ്ക്കൽ, പാറമട പൊട്ടിക്കൽ, മണൽ വാരൽ, അങ്ങനെ തുടങ്ങി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. അതിനെല്ലാം തന്നെ അതിൻ്റെ കമ്മീഷൻ പിണറായി വിജയൻ അവിടെ എത്തും. കേരളത്തിൽ എവിടെ എന്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നാലും പിണറായി വിജയൻ അവിടെ എത്തിക്കൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഗുണ്ടാ മാഫിയ സംഘത്തെ കേരളത്തിൽ മുഴുവൻ പാരലലായി CPM നിയന്ത്രിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അണികൾ വിചാരിച്ചത് ഈ പാർട്ടി ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് പാർട്ടി അണികൾ വിശ്വസിച്ച് എന്താണ്, ഇവിടെ നാളെ സോഷ്യലിസം വരും, ജനാധിപത്യം വരും, അങ്ങനെ ജാതി മതങ്ങൾക്കപ്പുറം തുല്യതയോടുള്ള ഒരു സമൂഹം വരും, അങ്ങനെ മുതലാളിമാരെന്നോ തൊഴിലാളിയെന്നോ എന്നുള്ള വർഗം ഉണ്ടാവില്ല, ഒരേ വർഗം മനുഷ്യവർഗം, സ്ത്രീ പുരുഷൻ എന്നുള്ളത് മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെയാണ് ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴോ പിണറായിസം വളർന്ന് എല്ലാ മേഖലകളിലും ഫ്യൂഡൽ വ്യവസ്ഥകളെ പോലെ ഓരോ പാർട്ടി എല്ലാ സ്ഥലത്തും പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഏരിയ സെക്രട്ടറിമാർ കോടീശ്വരന്മാരായി, പെണ്ണുപിടിയന്മാരായി, ബലാത്സംഗ വീരന്മാരായി, കേസ് അട്ടിമറിക്കുന്നവരായി. ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ ഗവൺമെൻറ് ഓഫീസിലും ഇവരുടെ ഒരു പ്രതിനിധി ഉണ്ടാകും. അവിടുത്തെ ഒരു പിയോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റബിൾ ആയിരിക്കാം. ഇവരൊക്കെയാണ് അവിടുത്തെ SIA, CI, DYSP, കമ്മീഷണർ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. DGP പോലും വരെ സെല്യൂട്ട് അടിക്കണം, കാരണം ഇവർ പിണറായി വിജയനെ നേരിട്ട് ബന്ധമുള്ള ആളുകളാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് ഒരു ഘട്ടമെത്തിയപ്പോൾ ഇവർക്ക് അണികളെ വേണ്ടാതായി. ഇവർ നിയമിക്കുന്ന ആളുകൾ അതാത് സ്ഥലത്ത് സെക്രട്ടറിമാരാവുന്നു, എന്നിട്ട് അവർ ഈ ഗുണ്ടാ മാഫിയ സംഘത്തെ ഭരിക്കുന്നു. കാപ്പ ചുമത്തിയവർ, ബാർ മുതലാളിമാർ, അവിടുത്തെ ഏറ്റവും വലിയ ബൂർഷാസിമാരായി തീർന്ന ഏരിയ സെക്രട്ടറിമാർ, അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ ബെൻസ് കാറിൽ അല്ലെങ്കിൽ ഇന്നോവ കാറിലൊക്കെയാണ് ഇവരുടെ സഞ്ചാരം. അങ്ങനെ വളർന്നിട്ടുള്ള ഇവരുടെ കുടുംബങ്ങളൊക്കെ വളർന്നതോട് കൂടിയിട്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരെ കാൽക്കീഴുള്ള സംഭവമായി മാറി. പിണറായി വിജയൻ അവിടുന്ന് ആളെ നിശ്ചയിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മന്ത്രിമാരെ തെരഞ്ഞെടുത്ത് എങ്ങനെയാണ്, ശൈല ടീച്ചറെ കട്ട് ചെയ്ത് എങ്ങനെയാണ്, പലരെയും ഒഴിവാക്കിയത് എങ്ങനെയാണ്, പിണറായി വിജയൻ അവസാനം ലിസ്റ്റ് കൊണ്ടുവരുന്നു, അത് സെക്രട്ടറിയേറ്റ് മീറ്റിംഗ് ഇരിക്കുന്നു. ഇതേപോലെ ഓരോ സ്ഥലത്തും ഗുണ്ടകളായ, കാപ്പ ചുമത്തിയ, പെൺപിടിയന്മാരായ ആളുകളെ പാർട്ടി സെക്രട്ടറി, ഏരിയ സെക്രട്ടറിമാരെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴിതാ ഈ അടുത്ത കാലത്ത് കൊഴിഞ്ഞമ്പാറയിലാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം അവിടെയുള്ള ജനങ്ങൾ അവിടുത്തെ പാർട്ടി അണികൾ ഒരുമിച്ച് ഒരു സമ്മേളനം നടത്തിയത് പാർട്ടിക്കെതിരെ. അതിനു മുമ്പ് രാമന്തളിയിൽ നടന്ന സമ്മേളനം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴിതാ കരുനാഗപ്പള്ളിയിൽ 7 ഏരിയ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും അവിടെ ജനങ്ങൾ അവിടുത്തെ അണികൾ അടിച്ച് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കുലശേഖരമംഗലം നോർത്ത് ഏരിയ സമ്മേളനം നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ? ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ അവിടെ ഒരു 86 പേരാണ് മെമ്പർമാരായിട്ടുള്ളത്. അവർ മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ 22 പേരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ VH സലാം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഗുണ്ട മാഫിയ തലവനെ സെക്രട്ടറിയാക്കുകയാണ്. അവിടെ ഉള്ള പാർട്ടി അണികൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുകയാണ്.
അവിടെ ഇത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സോമപ്രസാദിനെയും അതേപോലെ രാജകുമാറിനെയും അവിടെ പൂട്ടിയിടുകയാണ്. രോഷാകുലരായ ആളുകൾ പിറ്റേ ദിവസം വലിയ ജാഥ അവിടെ പ്രകടനം നയിക്കുകയാണ്. വലിയ ബോർഡുകൾ വെച്ചുകൊണ്ട് ഇവിടെ ഇത് കുറുവാ സംഘമാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, പാർട്ടിയിലെ കുറുവാ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ ബോർഡുകൾ വെച്ച് സമ്മേളനം ഇതാക്കുവാണ്. കൊല്ലം ജില്ലയിലാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ കൊല്ലം ജില്ലയിൽ എല്ലാ മേഖലകളിലും ഇതേപോലെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് നമ്മുടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇതേപോലെ ദിവ്യമാരെ സംരക്ഷിക്കാൻ, ഇതേപോലെ BH സലീമിനെ സംരക്ഷിക്കാൻ ഉള്ള ഗാങ്ങുകളെ സൃഷ്ടിക്കുകയാണ് പിണറായി വിജയൻ. കേരളത്തിലെ എല്ലാ മേഖലകളിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഇവർ ഇത്തരത്തിലുള്ള പാർട്ടിക്ക് ജനാധിപത്യം വേണം, ഇത് തെറ്റായ നയങ്ങൾക്കെതിരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ബാക്കി രംഗങ്ങൾ നോക്കൂ, അവിടെയുള്ള ആളുകൾ പറയുന്ന നോക്കൂ, എന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. അവർ വളരെ ശക്തമായ ഭാഷയിൽ പച്ചത്തെറി പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ വളരെ ശക്തമായ ഭാഷയിൽ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ഫുൾ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളത്തിൽ CPM ത്രിപുരയിലെയും അതേപോലെ ബംഗാളിൽ പോലെയും തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നാൽ തന്നെയാണ്. പാർട്ടി നേതൃത്വത്തിനെതിരെ കലാപം അണികളിൽ നിന്ന് ശക്തമായ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ പാർട്ടി അണികൾ ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ തിരിച്ചറിയുകയും, പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനാണെന്ന്, കേരളത്തെ പാർട്ടിയെ എല്ലാം പൂർണ്ണമായി BJPയുടെ കാൽക്കീഴിൽ കൊണ്ട് കെട്ടിടുകയാണെന്നും, തൻ്റെ പേരിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും മാസപ്പടി വിവാദവും അതേപോലെ ലൈഫ് പെൻഷൻ തട്ടിപ്പും വിദേശത്തുള്ള കോടാനുകോടി രൂപയും സംരക്ഷിക്കാനായി പാർട്ടിയെ പൂർണ്ണമായി BJPയിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് കരുനാഗപ്പള്ളി ലോക്കൽ സമ്മേളനത്തിൽ കുലശേഖരമംഗലം തൊടിയൂർ മേഖലയിൽ നടന്ന 7 മേഖലകളിൽ നടന്ന സമ്മേളനം അലങ്കോലപ്പെട്ടതും അവിടുത്തെ പാർട്ടി അണികൾ ശക്തമായ രൂപത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വന്നതും. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് കേരളത്തിൽ വ്യാപകമായ രൂപത്തിൽ ഈ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഗോവിന്ദൻ വന്ന് കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. എന്താണ് ഗോവിന്ദൻ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വലിയ ക്രിമിനൽ കേസിൽ കുറ്റവാളിയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ കാല് നക്കുകയാണ് ഗോവിന്ദൻ വന്നപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇതിനിടയിൽ ബ്രിട്ടനിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അവിടെയെല്ലാം അദ്ദേഹത്തിന് സമ്പാദ്യമുണ്ടെന്നാണ് അറിയുന്നത്. നമുക്കറിയാം ദിവ്യയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം എന്താ? നെറികെട്ട ഒരു ഗോവിന്ദൻ എന്ന് പേരെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അദ്ദേഹം മാറി. അത്രയും എടുത്തുചാട്ടമാണ്. ആദ്യം നവീൻ്റെ കുടുംബത്തോടൊപ്പം നിന്നു, പിന്നെ ദിവ്യയുടെ കുടുംബത്തോടൊപ്പം നിന്നു. CBI എൻക്വയറി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും CBIക്കെതിരായി, നവീൻ കുടുംബത്തിനെതിരായി. ഇതാണ് കേരളത്തിലെ പാർട്ടി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. മാത്രമല്ല അണികൾ നേതാക്കന്മാർ അടിച്ചോടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നന്ദി, നമസ്കാരം.